2020 ലോകകപ്പിലെ ആദ്യ ഫൈനലിസ്റ്റിനെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. ഇന്ന് ദക്ഷിണാഫ്രിക്ക സെമി ഫൈനലിൽ ന്യൂസിലൻഡിനെ നേരിടും. വൈകിട്ട് 7-ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക 7 വിക്കറ്റിന് ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിരുന്നു. തുല്യ ശക്തികൾ നേർക്കുനേർ വരുമ്പോൾ ക്രിക്കറ്റിന്റെ ക്ലാസിക് പോരാണ് ഈഡനിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കരുത്തിൽ മുന്നിലാണെങ്കിലും ലോകവേദിയിൽ അടിപതർന്ന പതിവുള്ള 2 ടീമുകളാണ് ഇന്ന് നേർക്കുനേർ വരുന്ന ടീമുകൾ. വമ്പു പറയാൻ ഇരുവർക്കുമുള്ളത് ടെസ്റ്റ് ലോക കിരീടങ്ങൾ മാത്രമാണ്. കുട്ടി ക്രിക്കറ്റ് കിരീടം ഷെൽഫിലെത്തിക്കാൻ ആർക്കാണ് ഇന്ന് സാധ്യത എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ മത്സരം തീപാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ജയിക്കുന്ന ടീമാണ് അടുത്ത നടക്കാനിരിക്കുന്ന സെമിയിൽ ഇന്ത്യയാണ് ജയിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ എതിരാളികളായി വരുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം ഇന്ത്യ ഫൈനലിലെത്തുകയാണെങ്കിൽ ആരാണ് ഇന്ത്യയുടെ എതിരാളികൾ എന്ന് നിശ്ചയിക്കുന്നതിന് കൂടിയുള്ളൊരു മത്സരമാണ്. നമുക്കൊപ്പം ഹരി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിന്റെ വിശദാംശങ്ങളുമായി. T20 ലോകകപ്പിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സെമി ഫൈനൽ പോരാട്ടത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നു. സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ന്യൂസിലൻഡ് മത്സരം ഈഡൻ ഗാർഡൻസ് കൊൽക്കത്തയിൽ ഇന്ന് രാത്രി 7 മണിക്ക് നടക്കുമ്പോഴേക്കും സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പോരാടിയപ്പോൾ ന്യൂസിലൻഡ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നേരെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം വളരെ പ്രധാനപ്പെട്ട മത്സരവും കൂടി തന്നെയാണ്. നാളെ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം നടക്കുന്നു. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ ആവട്ടെ ഈ ടൂർണമെന്റിൽ തന്നെ പരാജയപ്പെട്ടത് ഒരൊറ്റ മത്സരമാണ്, അത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. ഇന്നത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയാണ് എതിരാളികൾ വരുന്നതെങ്കിൽ നാളത്തെ മത്സരം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ 2024 T20 ലോകകപ്പ് ഫൈനൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് 2024 ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ ബാർബഡോസ് ഓവലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ കഴിഞ്ഞ T20 ലോകകപ്പിലെ കപ്പ് സ്വന്തമാക്കിയത്. അതേ ഫൈനൽസ് തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് ഇന്നും നാളെയുമായി കാത്തിരുന്ന് കാണാൻ കഴിയുന്നതാണ്. എന്തായാലും ആവേശം നിറയ്ക്കുന്ന സെമി ഫൈനൽ പോരാട്ടമാണ് ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്നത്. അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക് 2 ഗ്രൗണ്ടുകളായ ഒന്ന് ഈഡൻ ഗാർഡൻസിലും മറ്റൊന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലുമാണ്. ഇന്ന് നടക്കാൻ പോകുന്ന പോരാട്ടം തീരുമാനിക്കും നാളത്തെ മത്സരത്തിലെ വിജയികളുടെ എതിരാളികൾ ആരായിരിക്കുമെന്ന് സ്വാഭാവികമാണ്. സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ന്യൂസിലൻഡ് മത്സരം വളരെ ആവേശം നിറഞ്ഞൊരു പോരാട്ടം തന്നെയായിരിക്കും. സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുകയും കൂടിയുണ്ട്. ഈ ടൂർണമെന്റിൽ 76 റൺസിന് പരാജയം. സൗത്ത് ആഫ്രിക്കയാണ് ന്യൂസിലൻഡിനെയും പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ സൂപ്പർ 8-ൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ സെമി ഫൈനൽസിൽ വന്നിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ടീമുകളെയും പരാജയപ്പെട്ടുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയും സെമി ഫൈനൽസിലേക്ക് വന്നപ്പോൾ അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് സൗത്ത് ആഫ്രിക്ക എത്തുന്നത്. ഏഡൻ മാർക്കറുമാണ് സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റൻ. മിച്ചൽ സാനറാണ് ന്യൂസിലൻഡിന്റെ ക്യാപ്റ്റൻ. എന്തായാലും ആവേശം നിറഞ്ഞൊരു പോരാട്ടം തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഏവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം നാളെ ഇന്ത്യ ഇംഗ്ലണ്ട് തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഇംഗ്ലണ്ടിനാവട്ടെ തലവേദനയായി നിൽക്കുന്നത് അവരുടെ ഓപ്പണർമാരാണ്. ഫിൽ സോൾട്ട്, ജോസ് ബട്ട്ലർ 2 പേരും ഇംഗ്ലണ്ടിന് ഈ ടൂർണമെന്റിൽ ഉടനീളം പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. ക്യാപ്റ്റനായ ഹാരി ബ്രൂക്കിന് മികച്ച പ്രകടനം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരെ ഞെട്ടിച്ചുകൊണ്ട് വിൽ ജാക്സ് ഇംഗ്ലണ്ടിന് വേണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ടോം പാന്റന്റെയും ഒരു ഫോം ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. സാം കറണും ആവശ്യഘട്ടത്തിൽ ഇംഗ്ലണ്ടിന് വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബൗളിങ്ങിൽ ജോഫ്ര ആർച്ചറിന് കൂടുതലായി ഇംഗ്ലണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്നൊരു ചോദ്യചിഹ്നം നിൽക്കുന്നുണ്ട്. ആദിൽ റഷീദിനെയും അതേപോലെ തന്നെ സ്പിൻ അറ്റാക്കിൽ ഇംഗ്ലണ്ട് വല്ലാത്ത രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്നൊരു ചോദ്യവും കൂടി ഉണ്ട്. എന്നാൽ അതാണ് ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ. ചിലർ തിളങ്ങും, ചിലർ തിളങ്ങുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇംഗ്ലണ്ട് ഇപ്പോഴും എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം ഗ്രൂപ്പ് ഘട്ടത്തിൽ നേപ്പാൾ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചൊരു സാഹചര്യമുണ്ട്. ഇറ്റലിയും അതുപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചിരുന്നു. പക്ഷേ എന്നാൽ പോലും അതെല്ലാം മറികടന്ന് ഇംഗ്ലണ്ട് ഇപ്പോൾ സെമി ഫൈനലിലേക്ക് വരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ടൂർണമെൻറ്റിലുടനീളം ഗംഭീരമായ മത്സരങ്ങൾ. ആകെ പരാജയപ്പെട്ടത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ, അതും 76 റൺസിൻ്റെ ദയനീയ പരാജയമായിരുന്നു. പക്ഷേ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും ഇന്ത്യക്ക് നല്ല രീതിയിൽ തന്നെ തിളങ്ങാൻ സാധിച്ചു. ഒരുപാട് പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ഒക്കെ നടത്തിക്കൊണ്ടാണ് ഇന്ത്യ ഓരോ മത്സരത്തിലും ഇറങ്ങിയത്. ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പടുകൂറ്റൻ വിജയം ഇന്ത്യ സ്വന്തമാക്കി. 195 റൺസ് എന്ന വിൻഡീസ് ടാർഗറ്റിനെ ചേസ് ഡൗൺ ചെയ്യുകയായിരുന്നു ഇന്ത്യ 19.2 ഓവറിൽ. ക്രെഡിറ്റ്സ് ടു സഞ്ജു സാംസൺ. 97 റൺസ് 50 പന്തുകളിൽ നിന്ന് നോട്ട് ഔട്ട് ആയിട്ട് നിന്ന സഞ്ജുവിൻ്റെ പ്രകടനം തന്നെയാണ് ഇന്ത്യ സെമി ഫൈനൽ ബർത്തിലേക്ക് ഉറപ്പിക്കാനും വെസ്റ്റ് ഇൻഡീസിനെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കാനും സാധിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സെമി ഫൈനൽ ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ചരിത്രം 2022 T20 ലോകകപ്പിലെ സെമി ഫൈനലിൽ ഇതേപോലെ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം
മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ പുറത്താക്കുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് ഇന്ത്യക്ക് 2022 T20 ലോകകപ്പ് എക്സിറ്റ് ചെയ്യേണ്ടി വന്നത്. അതേ സാഹചര്യം വീണ്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഓരോ ഇന്ത്യൻ ആരാധകരുടെയും പ്രാർത്ഥന. താരതമ്യേന ഓൺ പേപ്പേഴ്സ് രണ്ടുപേരും ശക്തരായ എതിരാളികളാണെങ്കിൽ പോലും ഓൺ ഫോം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ് എന്ന് ക്രിക്കറ്റ് അനലിസ്റ്റുകളും വിദഗ്ധരും എല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ മത്സരം വളരെ വാശിയേറിയ ശക്തമായ മത്സരം തന്നെയായിരിക്കും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് മത്സരത്തിന് വേണ്ടിയിട്ടുള്ള വാശിയേറിയ പോരാട്ടവും നിലനിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. എന്നാൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ ഇന്ത്യ ജയിച്ച് ആരായിരിക്കും എതിരാളികളെന്ന് ഇന്നറിയാൻ ഒരു സാഹചര്യത്തിലാണ് എല്ലാ ഇന്ത്യക്കാരും വെയിറ്റ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 4 ടീമുകൾ സെമി ഫൈനലിൽ വന്ന് ഏറ്റുമുട്ടുമ്പോഴേക്കും വളരെ വാശിയേറിയ ടൂർണമെന്റ് തന്നെ 2026 T20 ലോകകപ്പിൽ സംഭവിച്ചതായിട്ട് മനസ്സിലാവുന്നു. മൈറ്റി ഓസീസ് ഒക്കെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും പുറത്തായി. വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ 8-ൽ നിന്നും പുറത്താവുന്നു. ഇപ്പോഴത്തെ സെമി ഫൈനൽസിൽ 4 പ്രധാനപ്പെട്ട ടീമുകൾ സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്, ഇന്ത്യ, ഇംഗ്ലണ്ട്. ഫൈനൽ ഞായറാഴ്ച 8-ാം തീയതി നടക്കുമ്പോൾ ഏത് 2 ടീമുകൾ ഫൈനലിലേക്ക് പോകുമെന്നത് കാത്തിരുന്ന് കാണാം. ശരി, ഹരികൃഷ്ണനാണ് എന്തായാലും വിവരങ്ങൾ നൽകിയത്. പ്രോട്ടീസും കിവീസും ഏറ്റുമുട്ടുമ്പോൾ എന്തായാലും തീപാർന്ന മത്സരം ഉറപ്പാണ്. ആരാകും ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.